പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജയനും അതുപോലെ തന്നെ ആദർശം എല്ലാവരും കൂടെ തന്നെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയൊരു മരുമകളും കൂടി വീട്ടിലേക്ക് വരാൻ പോവാണ്. ഇപ്പോൾ തന്നെ വീടിനുള്ളിൽ വടംവലിയാണ് നടക്കുന്നത്. ഇനിയിപ്പോൾ അവളും കൂടെ വന്ന് കഴിയുമ്പോൾ എന്തായാലും ചേരി തിരിയും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ആദർശനോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ആദ്യം അമ്മയുടെ കൂടെ മാത്രം നിന്നാൽ മതിയായിരുന്നു, ഇപ്പം നൈനേനെ സ്നേഹിച്ച് തുടങ്ങിയോണ്ട് അമ്മയുടെ കൂടെയും ഭാര്യയുടെ കൂടെയും നിൽക്കേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് നൈനേനെ കുറിച്ചും ആദർശം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നൈന സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നതെന്ന് എനിക്കിപ്പോൾ നന്നായിട്ട് അറിയാമെന്ന് പറയട്ടോ. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നത് നിൻ്റെ അമ്മയല്ല എന്നിപ്പോൾ നിനക്കറിയാലേ, എന്നാൽ പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് അല്ലാതെ നിൻ്റെ അമ്മ ഏതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ദേവയാനി അപ്പോൾ ആ സമയത്ത് അവിടേക്ക് അങ്ങനെ വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അജയൻ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മോനും നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് പോയിരുന്നത്, ഇപ്പോൾ അവൻ കുറച്ച് വളഞ്ഞാണ് പോകുന്നതെന്ന് പറയട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒരാളും കൂടെ വീട്ടിലേക്ക് വരില്ല, ഇനി ആ വളവ് കൂടെയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ദേവയാനി അവിടെ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ ഭാര്യ അവിടെ വന്നിട്ട് ഒരു കള്ളം പറഞ്ഞു, നിൻ്റെ ഭാര്യയുടെ അനിയത്തിക്ക് തലകറക്കോ എന്തോ ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ പോയതാണെന്ന് പറഞ്ഞു എന്ന് പറയട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അത് കള്ളമൊന്നല്ല, അത് സത്യം തന്നെയാണ് എന്ന് പറയട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിനക്കറിയായിരുന്നല്ലോ, എന്നാൽ പിന്നെ അവൾക്ക് ഇങ്ങനെ അവളുടെ അനിയത്തിനെ കാണാൻ അച്ഛനെ അമ്മേനെ വിളിച്ചുകൊണ്ട് പോയാൽ പോരായിരുന്നോ, നിന്നെ വിളിച്ചുകൊണ്ട് പോകണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ടായിരുന്നു, അതെന്താ ദേവേനി നീ അങ്ങനെ പറയുന്നത്, അവൻ്റെ ഭാര്യ വിഷമിച്ച് പോകുന്ന സമയത്ത് അവനല്ലേ അവളുടെ കൂടെ പോവേണ്ടതെന്ന് പറയട്ടെ. അപ്പോൾ അജയൻ പറയുന്നുണ്ടായിരുന്നു, അത് ശരിയാന്ന് പറയട്ടെ. എന്ത് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ദേവേനി ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. കല്യാണത്തിൻ്റെ സമയത്ത് അവിടെ നടന്നതൊക്കെ നിങ്ങളും കണ്ടതല്ലേ, അവൾ മനഃപൂർവ്വം ഈ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ താലി അഴിച്ചിട്ടതാണ്, അവൾക്ക് ഈ കല്യാണം നടക്കുന്നത് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു എന്ന് പറയും. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അവൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം ഒരിക്കലും നടക്കില്ലായിരുന്നു എന്ന് പറയട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ജാനകി ഇങ്ങനെ പറയുകയാണ് കേട്ടോ, ഏട്ടത്തി അവളെ അംഗീകരിക്കാത്ത സമയത്ത് പോലും ഞാൻ അവളെ ഇങ്ങനെ സ്നേഹിച്ച് കൂടെ നിന്നതാണ്, എന്നാലും അവൾ ആൾ ശരിയല്ല എന്ന് എനിക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലായി. എന്തായാലും അവൾ വിചാരിച്ചാലൊന്നും ഈ കല്യാണം മുടക്കാൻ പറ്റുമായിരുന്നില്ല, കാരണം ഞങ്ങളെല്ലാവരും സ്നേഹിച്ച് ഒരു പെൺകുട്ടിയാണ് അനാമിക, അവൾ തന്നെയാണ് അനന്തപുരി തറവാടിൻ്റെ മരുമകളാവുള്ളൂ എന്നൊക്കെ പറയണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഇളയമ്മേനോടും അമ്മേനോടും തർക്കിക്കാൻ സമയമില്ല എന്ന് പറയട്ടോ. പിന്നെ ജാനകി ആണെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നയനയുടെ സ്വഭാവം ഇപ്പോഴാണ് മനസ്സിലായി എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ദേവേനി പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ മനസ്സിലാവുള്ളൂ, നിങ്ങൾക്ക് ആണുങ്ങൾക്ക് അത് മനസ്സിലാവില്ല എന്ന് പറയട്ടോ, ആണുങ്ങൾക്ക് ബുദ്ധി ഇല്ല എന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിക്കും. അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ കിടക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന എൻ്റെ അച്ഛനെയും കുട്ടിയാണോ എന്നിങ്ങനെ ചോദിക്കട്ടോ. ആ സമയത്ത് ദേവേനി പറയുന്നുണ്ടായിരുന്നു, നയന എന്ന് പറയുന്നവൾ കയറി വരുന്നതിൻ്റെ മുന്നേ അച്ഛന് നല്ല ഇതുണ്ടായിരുന്നു, പക്ഷേ അവൾ കയറി വന്ന ശേഷം അച്ഛൻ്റെ ബുദ്ധിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലേക്ക് സംസാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നീട് അതൊക്കെ പറഞ്ഞ് തർക്കിച്ച് ദേവേനി അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ആ സമയത്ത് ജയൻ ആദർശിനെ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു, ജയനല്ല അജയൻ ആദർശിനെ വിളിച്ചിട്ട് പറയും, നീ ഇതൊന്നും കേട്ടിട്ട് നയനമോളെ വെറുക്കാൻ നിൽക്കരുത് എന്ന് പറയും കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, വെറുപ്പൊക്കെ ഞങ്ങൾ തമ്മിലുള്ള വെറുപ്പ് കല്യാണത്തിന് മുന്നേ തുടങ്ങിയതാണ്, പക്ഷേ എനിക്കിപ്പോൾ അവളെ ഒരു ഇതുമില്ല, അവളോട് ഒരു വെറുപ്പില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ, അവൾ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറയട്ടെ. അപ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോഴെങ്കിലും നീ അത് മനസ്സിലാക്കിയല്ലോ, എന്തായാലും ഇനി നീ നിൻ്റെ ഭാര്യയുടെ കാര്യം നോക്കിയാൽ മതി, നിൻ്റെ അമ്മയുടെ കാര്യം നോക്കാൻ ഞാനുണ്ട്, അങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്ന് പറയട്ടോ. ജയനാണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ, ആദർശ് നയനയെ സ്നേഹിച്ച് തുടങ്ങി എന്നൊക്കെ പറയുന്ന സമയത്ത്. പിന്നീട് സ്വാമിജി ആദർശം കൂടെ സംസാരിക്കുകയാണ്, സ്വാമിജി പോവുകയാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, മോൻ്റെ മുത്തശ്ശി എന്നെ കാണാൻ ണ്ടായിരുന്നു, അനിയുടെയും അതുപോലെ തന്നെ അനാമികയുടെയും ജാതകം നോക്കാനാണ് വന്നത്, അന്ന് ഞാൻ പറഞ്ഞതാണ് ഈ ബന്ധം നടക്കാൻ പാടില്ല എന്നുള്ളതെന്ന് ഇങ്ങനെ പറയുമ്പോൾ പിന്നീട് സ്വാമിജി പറയുന്നുണ്ടായിരുന്നു, ഞാനൊരു യാത്രയിലായിരുന്നു, അപ്പോൾ ഈ കല്യാണത്തിൻ്റെ കാര്യം ഞാനങ്ങ് വിട്ടുപോയതായിരുന്നു, ഇന്നൊരു സുഹൃത്ത് വിളിച്ചപ്പോഴാണ് ഇന്ന് കല്യാണമാണെന്ന് പറഞ്ഞത്, അപ്പോൾ ഞാൻ എത്തിയപ്പോഴേക്കും ഇവിടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടെ. അപ്പോൾ ഞാൻ മുത്തശ്ശീനോട് പറഞ്ഞതാണ് ഈ ബന്ധം നടക്കാൻ പാടില്ല എന്നുള്ളതെന്ന് പറയുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, അതിനൊരു പരിഹാരമില്ലേ എന്നൊക്കെ ചോദിക്കട്ടോ. അപ്പോൾ വാഴക്കല്യാണം നടത്തിയല്ലോ, അത് അമ്പലത്തിലെ പൂജാരിക്ക് ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്, അയാൾ അങ്ങനെ ഒരു ഇത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ല എന്ന് പറയാൻ കേട്ടോ. മോൻ്റെ മുത്തശ്ശനോട് ഈ കാര്യങ്ങളൊന്നും പറയാതിരുന്നതാണ് പ്രശ്നമായത്, അദ്ദേഹം ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത് നടക്കില്ലായിരുന്നു അറിയട്ടോ. അപ്പം എന്തായാലും പിന്നീട് പറയുന്നുണ്ടായിരുന്നു, ഇനി ഈ ബന്ധം അധികകാലമൊന്നും നിൽക്കില്ല, എന്തായാലും അവരുടെ ജീവിതത്തിൽ ഒരു ഇങ്ങനെ അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അധിക കാലം മുന്നോട്ട് പോവില്ല, മോൻ്റെ അനിയ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം അതെന്താ സ്വാമിജി അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കും, അല്ല ജാതകം നോക്കിയപ്പോൾ ഒരു ഇങ്ങനെ
നല്ലൊരു സ്നേഹബന്ധം അതിൽ കണ്ടു, അതുകൊണ്ടാണെന്ന് പറയട്ടോ. ഇനിയിപ്പോൾ സ്നേഹിക്കുന്ന പെൺകുട്ടീനെ തന്നെ ആയിരിക്കും ചിലപ്പോൾ അനിയൻ വിവാഹം ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ അതിൻ്റെ മുന്നിലൊരു നിമിത്തം പോലെ ആയിരിക്കും ഈ വിവാഹം നടന്നത്. എന്തായാലും ഇത് അധികകാലം നീണ്ടു നിൽക്കില്ല. സ്നേഹിക്കുന്ന പെൺകുട്ടീനെ തന്നെ ആയിരിക്കും അനിയൻ രണ്ടാമത് വിവാഹം കഴിക്കാൻ പോകുന്നതെന്നൊക്കെ പറയാണ്. പിന്നീട് ആദർശും അനിയും തമ്മിലുള്ള ഇത് ജാതകം നോക്കിയിട്ടൊന്നുമല്ലല്ലോ, നിങ്ങൾ തമ്മിൽ ജാതകം നോക്കിയല്ല വിവാഹം ചെയ്തതെന്നുണ്ടെങ്കിലും ആ മുഹൂർത്തത്തിനൊരു രാജകീയത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ നല്ല മനപ്പൊരുത്തമുണ്ട് പിന്നെ ജാതകം നോക്കിയപ്പോൾ എന്നൊക്കെ പറയാണ്. എന്നാലും ഇതൊരിക്കലും ചേരാൻ പാടില്ലാത്തൊരു ജാതകമായിരുന്നു. അങ്ങനെ അനിയുടെ ജാതകത്തിലൊരു ദോഷമുണ്ട്, അതിന് ജാതകത്തിന് ചേർന്ന ഒരു പെൺകുട്ടീനെ വേണം വിവാഹം ചെയ്യാനെന്നൊക്കെ അങ്ങനെ പറയുകയാണ്. പിന്നീട് എന്തായാലും അദ്ദേഹം അതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അനിയാണെങ്കിലും നന്ദുവിനെ കാണാനില്ല, അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നീ ആരെയും നോക്കുന്നതെന്ന് ഇങ്ങനെ ആദർശിച്ച് ചോദിക്കുമ്പോൾ നന്ദുവിനെ കുറേ സമയമായിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നീ നന്ദുവിൻ്റെ കാര്യമൊന്നുമല്ല നോക്കേണ്ടത്, അനാമികയുടെ കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി നീ ഒരു ജീവിതം തുടങ്ങാൻ പോവല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് എൻ്റെ ജീവിതമൊക്കെ തീർന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ജീവിതം എവിടെയാണ് തീർന്നത്, ഇനിയല്ലേ നീ ജീവിക്കാൻ പോകുന്നത്, നീ ഇനിയിപ്പോൾ 3 ബ്രാഞ്ചുകൾ വേണം നോക്കി നടക്കാൻ, നിന്നെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ അനാമികേനെയും കൂടെ കൂട്ടിക്കോ എന്നൊക്കെ പറയുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, എൻ്റെ 2 ഏട്ടത്തിമാരും വീട്ടിൽ ജോലിയൊക്കെ നോക്കി അവിടെ നിൽക്കല്ലേ, അവൾ അവിടെ തന്നെ അങ്ങ് നിന്നാൽ മതി എന്ന് പറയും. അപ്പോൾ ആദർശ് പറയും അതൊക്കെ നിൻ്റെ ഇഷ്ടം. പിന്നീട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്ദുവിനെ അവിടെയൊന്നും കാണുന്നില്ല എന്ന് പറയുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, അവൾ പിന്നെ താലികെട്ട് കാണാനുള്ള ശക്തി ഇല്ലാതെ അവൾ മാറി നിന്നതാവും എന്നൊക്കെ പറയണേ, എങ്കിലും അവൾക്ക് എന്നോട് സ്നേഹം തുറന്നു പറയായിരുന്നു എന്നൊക്കെ അനി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ താലി ഇങ്ങനെ അഴിഞ്ഞു വീണതിനെ കുറിച്ചൊക്കെ പറയണം, ഞാൻ നന്നായിട്ട് മുറുക്കി കിട്ടിയ താലിയാണ് എന്നിട്ടും അത് അഴിഞ്ഞു വീണില്ലേ എന്നൊക്കെ പറയണം. അപ്പം നയനേനെയാണ് അവിടെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നതെന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, ഏട്ടത്തി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ഏട്ടത്തിയുടെ നന്മ ആർക്കും വീട്ടിലുള്ളവർക്ക് മനസ്സിലാവുന്നില്ല, ചിലപ്പോൾ ഏട്ടന് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോവാണ്. പിന്നീട് കനകേനെയും ഗോവിന്ദനെയാണ് കാണിക്കുന്നത്, അവർ ഹോസ്പിറ്റലിലാണ് കേട്ടോ. അപ്പോൾ നന്ദുവിൻ്റെ അവസ്ഥ കണ്ടിട്ട് അവർക്ക് ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ ഗോവിന്ദനാണെങ്കിലും നന്ദുവിന് ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് കേട്ടോ മുത്തശ്ശന് അതിലൂടെ അങ്ങനെ വീൽ ചെയറിൽ ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ മുത്തശ്ശനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു ഇങ്ങനെ തല കറങ്ങി വീണപ്പോൾ ICUലാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ ICUലാക്കിയെന്നൊക്കെ ചോദിക്കട്ടെ. അപ്പോൾ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണെന്നൊക്കെ പറയും. അപ്പോൾ എന്തായാലും വേഗം പെട്ടെന്ന് തന്നെ സുഖാവട്ടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് പോയില്ലേ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ താലികെട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ആദ്യം നയനമ്മോളും ആദർശും കൂടിയാണ് വന്നത്. പിന്നെ അവർ വന്ന് വിവരം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതെന്ന് പറയട്ടെ. എന്നിട്ട് ആദർശൻ അതിന് എന്നെ വന്ന് കണ്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അത് മുത്തശ്ശാറിനെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാവും അവർ വരാതിരുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, അല്ലെങ്കിലും എനിക്ക് അസുഖമായ ശേഷം ഇങ്ങനെ മക്കളും കൊച്ചുമക്കളൊക്കെ എന്നിൽ നിന്ന് പല കാര്യങ്ങളും മറയ്ക്കുന്നുണ്ട് എന്നൊക്കെ പറയാനായിട്ട്. അപ്പോൾ എന്തായാലും പിന്നീട് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, മുത്തശ്ശൻ്റെ റൂമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ വന്ന് പറഞ്ഞാൽ മതി, ഞാൻ അവിടെ കാണുമെന്നൊക്കെ പറയാൻ കേട്ടോ, ഡോക്ടറോട് ഞാൻ സംസാരിച്ചോളാം എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് മുത്തശ്ശൻ അവിടെ നിന്ന് പോവാണ് കേട്ടോ. പിന്നീട് ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, ആദർശമോൻ പറഞ്ഞതല്ലേ മുത്തശ്ശനോട് കാര്യങ്ങളൊന്നും പറയരുതെന്ന്, അതുകൊണ്ടാണ് കേട്ടോ അവരിങ്ങനെ തല കറങ്ങി വീണാനെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്ദുവിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ. പിന്നീട് എന്തായാലും കനക പറയുന്നുണ്ടായിരുന്നു, എന്തിനാ മുത്തശ്ശനെയും കൂടെ വെറുതെ വിഷമിപ്പിക്കുന്നത്, നമ്മുടെ മക്കൾക്ക് ആകെയുള്ളൊരു ആശ്വാസം ആ മുത്തശ്ശനും മുത്തശ്ശിയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് അനാമികയോടാണെങ്കിൽ അനാമികയുടെ അച്ഛനോ അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ ആരുടെ ഭാഗ്യത്തിനാണ് ഇന്ന് ഈ താലികെട്ട് നടന്നത്, അതുകൊണ്ട് ഇനിയിപ്പോൾ മോളിങ്ങനെ അവിടെ എന്തായാലും അവിടുത്തെ മരുമകളായല്ലോ, ഇനിയിപ്പോൾ അച്ഛൻ്റെ കടയൊക്കെ ഓരോന്നായിട്ട് മോള് വീട്ടിൽ തരണം, ഇനിയിപ്പോൾ ഒരു 15 സെൻറ്റ് സ്ഥലം വാങ്ങി നല്ലൊരു വീട് വെക്കണം എന്നൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് ജാനകി അതുപോലെ തന്നെ ദേവയാനിയും കൂടെ അവിടേക്ക് വരുന്നിട്ട്. അപ്പോൾ അനാമിക കാണും. അപ്പോൾ അനിയുടെ അമ്മയും വല്യമ്മയും വരുന്നുണ്ട് എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവരുടെ ആ സംസാരം അങ്ങ് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ജാനകി വന്നിട്ട് പറയും, ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി, ഞങ്ങളുടെ മോളെ കൊണ്ടുപോകാനുള്ള സമയമായി എന്നൊക്കെ പറയാനായിട്ട്. അപ്പോൾ മോളെ പിരിയുന്നതിൽ ഭയങ്കര വിഷമമുണ്ടെന്നൊക്കെ അനാമികയുടെ അമ്മ പറയുമ്പോൾ ദേവയാനി പറയും, അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങൾ വരുമ്പോൾ കുറച്ച് ദിവസം അവിടെ നിന്നോ, ഒരു പെൺകുട്ടി ഒറ്റ മോളാകുമ്പോൾ ഇങ്ങനെ അവളെ പിരിഞ്ഞിരിക്കാനുള്ള സങ്കടം ഞങ്ങൾക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ വലിയ ഇതിൽ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അനാമികയാണെങ്കിലും ഒരു മരുമകൾ കയറി വരേണ്ട രീതിയിലാണല്ലോ വരുന്നത് എന്നൊക്കെ പറയാണ്. ഓരോ അച്ഛനമ്മമാർക്കും മക്കളുടെ കാര്യത്തിൽ ഇങ്ങനെ ഓരോ സ്വപ്നങ്ങളും ഇതൊക്കെ ഉണ്ടാവും.
പിന്നെ ദേവയാനിക്ക് ഒരുപാട് ഇങ്ങനെ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നയന കയറി വന്ന രീതിയും ഒക്കെ പറഞ്ഞിട്ട് നയനയെ കുറിച്ചൊക്കെ ഇങ്ങനെ താഴ്ത്തി കെട്ടി സംസാരിക്കുകയാണ് കേട്ടോ അവരോടാണെങ്കിലും. അപ്പോൾ അനാമികയാണെങ്കിലും മോളാണെങ്കിലും മോള് വരേണ്ട രീതി തന്നെയാണല്ലോ വരുന്നത്, അതുകൊണ്ട് മോൾക്ക് എന്നും ആ ഒരു പരിഗണന ആ വീട്ടിലുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ദേവയാനി അങ്ങ് സംസാരിക്കുന്ന സമയത്ത് അനാമികയുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അനാമിക ഒരു ചെറിയ ചിരിയോടെ കൂടിയാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. പിന്നീട് മുത്തശ്ശനാണെങ്കിലും ഡോക്ടറോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, നന്ദുവിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്ദുവിന് കുഴപ്പമൊന്നുമില്ല, ഇവിടെ കൊണ്ടുവന്നപ്പോൾ കുറച്ച് സീരിയസ് ആയിരുന്നു, ഇപ്പം എന്തായാലും നാളെ തന്നെ ഡിസ്ചാർജ് ആക്കാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അവരൊക്കെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോൾ എൻ്റെ ജീവിതം ഏതാണ്ട് അവസാനിക്കാറായി, എന്തായാലും മാറി കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഡിസ്ചാർജ് തരില്ലേ എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയാണ്. എന്തായാലും ഇങ്ങനെ മുത്തശ്ശൻ റെസ്റ്റ് ഇല്ലാതെ ഓടി നടക്കുന്നതിനെ കുറിച്ചൊക്കെ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ അറിഞ്ഞിട്ടും ഇങ്ങനെ സാറിങ്ങനെ റെസ്റ്റ് എടുക്കാതെ നടക്കുന്നതാണ് എനിക്ക് ഇങ്ങനെ ഇഷ്ടമില്ലാത്തതെന്നൊക്കെ പറയുന്ന സമയത്ത് അങ്ങനെ ആരുടെയും പരസഹായം ഇല്ലാതെ നടക്കുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണെന്നൊക്കെ പറയട്ടെ. അപ്പോൾ മുത്തശ്ശനെ നോക്കാൻ വീട്ടിൽ ഒരുപാട് ആളുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ ഇങ്ങനെ ഡോക്ടറാണെങ്കിലും സംസാരിക്കുന്നത്. അപ്പോൾ സാറിൻ്റെ വീട് അങ്ങനെ ഒരു വീടല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ ഒരു പുതിയ മരുമകളും കൂടി വരികയാണ്, ഇനിയിപ്പോൾ പഴയ പ്രൗഢിയൊക്കെ ഉണ്ടാവുമെന്ന് ആർക്കറിയാമെന്നൊക്കെ പറയുന്ന സമയത്ത് ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് നന്ദുവിനെ കാണിക്കുന്നുണ്ട്. നന്ദു ആണെങ്കിലും അനീനെ അന്നിങ്ങനെ അവരിങ്ങനെ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്ന ആ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട് കരയാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.